Good afternoon. Good afternoon, ma'am. സുഖാണോ മാം? Okay, good afternoon. എന്താണ് മിന്നു ചോദിച്ചത്? സുഖമാണോന്ന്. സുഖമാണ്. എങ്ങനെയുണ്ട് ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ട്? ഇന്ന് പോയില്ലേ? ഇന്ന് അവര് ടൂറിന് പോവാ കുട്ടികളെ. അപ്പൊ അത് കാരണം ടൂറ് പോവാ കുട്ടികള്. ഓക്കെ. അപ്പൊ അത് കാരണം ഇന്നും നാളെയൊക്കെ മുടക്കാ. ഇനി തിങ്കളാഴ്ചയുള്ളൂ. സൗണ്ട് പോയി കിട്ടി. അങ്ങനെ ഒരു ഗുണം കിട്ടി. സൗണ്ട് പോയല്ലേ? ആ ചെറിയ കുട്ടികളല്ലേ, ഓളിട്ടിട്ട്. എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, വേറെ ബാച്ചിലെ കുട്ടികളാ പറഞ്ഞത്. അവരും ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നുണ്ട്. അപ്പൊ സൗണ്ട് ഒക്കെ പോയിന്നാ പറഞ്ഞത്. ശുഭ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആ ശുഭയുടെ സൗണ്ട് പോയിക്കായിരുന്നു. അതെല്ലേ? ബാക്കിയും സൗണ്ട് ഉണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ ആഴ്ചയൊക്കെ വിളിച്ചപ്പോ ശുഭയുടെ സൗണ്ടും ഇതേപോലെയായിരുന്നു. ഇന്നലെ തൊട്ട് സുബിത പോയി തുടങ്ങിയിട്ടുണ്ട്. സുബിത പോയല്ലേ? ടീച്ചറോട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ആൾക്ക് കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്ലാസ്സിൽ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ പോയത് ബുധനാഴ്ച തൊട്ട് ഇന്നലെ തൊട്ട് പോയി തുടങ്ങി. ചൊവ്വാഴ്ച ആൾക്ക് കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. എന്തോ വയ്യായിരുന്നു, ക്ഷീണൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കേറിയില്ല. അത് തന്നെ അശ്വതി മാമിനോട് പറയാൻ പറ്റിയില്ല പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് എന്തായാലും കേറും, എനിക്കിന്നില്ല, ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്വേഷിച്ചേക്കാം അവരെയൊക്കെ കേട്ടോ. നമ്മുടെ ക്ലാസ് തീർന്നു. ഇന്നത്തോടെ തീരുവോ? ഇന്നത്തോടെ എന്റെ ക്ലാസ് തീരുവാണ്. പി ജിക്ക് ഉണ്ടായിരുന്നില്ലേ മാം? പി ജിക്ക് ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് സ്കീമും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണാം കേട്ടോ. നമ്മുടെ സ്കീം കംപ്ലീറ്റ് ആയി. പിങ്ക് സ്കീം പറഞ്ഞു, ഗ്രീൻ സ്കീം പറഞ്ഞു, പിന്നെ ബ്ലൂ സ്കീം പറഞ്ഞു. അത് ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രീ ആകുന്ന സമയത്ത് അതൊന്ന് ചെയ്യാനായിട്ട് നോക്കുക, പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്ന്. ഞാൻ ചാർട്ട് പേപ്പറിലാണ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക്ലെറ്റ് ആക്കിയോ അല്ലെങ്കിൽ കാർഡ് ആക്കിയോ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്ന റിവിഷൻ ആണ് കേട്ടോ. അതായത് ഇതുവരെ എടുത്ത ചാപ്റ്റേഴ്സിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് അല്ലെങ്കിൽ ഭാഗങ്ങൾ പറഞ്ഞു പോവാണ് കേട്ടോ, എക്സാമിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇനി മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. മോണ്ടിസോറി ടേംസ് അപ്പൊ മാം ആണ് എടുത്തത്? മോണ്ടിസോറി ടേംസ് ഞാനല്ലല്ലോ എടുത്തത്. ജിഷ മാം അതുണ്ടല്ലേ? കംപ്ലീറ്റ് ആയോ? അതൊന്ന് ചെക്ക് ചെയ്തായിരുന്നു. എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയോ? നോക്കണം, ഇന്ന് നോക്കണം. റെക്കോർഡ് ക്ലാസ് ഏതൊക്കെയാന്ന് നോക്കിട്ടേ. ഇന്നലെ ജിഷ മാമിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കയറാൻ പറ്റിയില്ല ഇന്നലെ രാത്രി. അതെല്ലേ? മോണ്ടിസോറി ടേംസ് അപർണ മിസ് ആണ് കൊടുത്തത്. ഞാൻ റെക്കോർഡ് ക്ലാസ് നോക്കാം. മറ്റേ മാൻ ആൻഡ് എൻവയോൺമെന്റിന്റെ മോക്ക് ടെസ്റ്റ് തന്നിട്ടില്ല മാം ഇതുവരെ, അപർണ മാമേ. തന്നിട്ടില്ല അല്ലേ? ഞാൻ പറഞ്ഞേക്കാം. ഞാനൊന്ന് ചോദിക്കട്ടെ കേട്ടോ, ഒരു സെക്കൻഡ്.
അത് ജിഷാമിസ് ആയിരിക്കും ചിലപ്പോ എടുക്കുന്ന ആ ഒരു ചാപ്റ്റർ കേട്ടോ. ഇന്നലെ ചിലപ്പോ എടുത്തിട്ടുണ്ടാകും മിനു. ഓക്കെ മാം. ടീച്ചർ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നോക്കട്ടെ കേട്ടോ. ഓക്കെ. അപർണ മാമിനോടൊന്ന് പറഞ്ഞോളൂ മറ്റേ മോക്ക് ടെസ്റ്റ് തരാനായിട്ട് പറഞ്ഞോളൂ കേട്ടോ. തിങ്കളാഴ്ച എക്സാം ആണല്ലോ, തിങ്കളാഴ്ചയാണല്ലോ ടേം എക്സാം പറഞ്ഞിരിക്കുന്നത്. അതെ അല്ലേ? ഓക്കെ ഓക്കെ. അതെ, എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. എന്റെ എല്ലാ മോക്ക് ടെസ്റ്റുകളും കിട്ടിയായിരുന്നോ? കിട്ടി. കിട്ടിയല്ലേ? ഇത് ടെൻഡൻസീസ് ഓഫ് മാൻ ഇട്ടിട്ടുണ്ടോ? ഞാൻ തന്നിട്ടുണ്ടായിരുന്നോ? ടെൻഡൻസീസ് ഓഫ് മാൻ ഇട്ടിട്ടില്ല തോന്നുന്നുണ്ട്. ഇല്ല. ഓക്കെ, അത് ഞാൻ നാളെ ഇട്ടേക്കാം. ജിഷ മാമിന്റെ ആണ് ഇപ്പോ ലോ ഓഫ് നാച്ചുറൽ 3ാമത്തെ ചാപ്റ്റർ വന്നിട്ടില്ല, 4ാമത്തെ ചാപ്റ്റർ വന്നിട്ടില്ല, 7ാമത്തെ അങ്ങനെ അത് 3ഒന്നും മോക്ക് ടെസ്റ്റ് വന്നിട്ടില്ല. 3, 4, 7 അതൊക്കെ ജിഷ മാം എടുത്തതേ. അതിലൊന്നും മോക്ക് ടെസ്റ്റ് വന്നിട്ടില്ല. പിന്നെ മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റിലെ 10th ചാപ്റ്റർ ആണ് അപർണ മാം എടുത്തത്. അതിന്റെ മോക്ക് ടെസ്റ്റ് വന്നിട്ടില്ല. അതെ അല്ലേ? ഞാൻ പറഞ്ഞേക്കാം. ഇംഗ്ലീഷിന്റെ നാളത്തെ ലാസ്റ്റ് ക്ലാസ് ആന്ന് പറഞ്ഞു. PGക്ക് സാറില്ലല്ലോ. നാളെ ലാസ്റ്റ് ക്ലാസ് ആണ് സാറിന്റെ. ഇനി കൺവെക്കേഷന് വരുമ്പോ കാണാംന്ന് പറഞ്ഞു. കൺവെക്കേഷന് വരുമ്പോ കാണാം. വേണ്ട. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എന്താ പറയാ ഈ ഒരു ജേർണി? മോണ്ടിസോറി കോഴ്സ് പഠിച്ചൊരു കാലയളവ് ഉണ്ടായിരുന്നു. ജീവിതം കുട്ടികളുടെ അടുത്ത് ചെല്ലുമ്പോഴേ നമുക്ക് ഫസ്റ്റത്തെ ദിവസമൊക്കെ ചെന്നപ്പോ ഭയങ്കര വിഷമായിരുന്നു. നമുക്ക് ഡീൽ ചെയ്യാൻ അറിയാണ്ടേ, നമുക്ക് എന്താ പറയണ്ടേന്നൊന്നും അറിയില്ലല്ലോ. ഇപ്പൊ ഓക്കെ പഠിച്ചു, ഒരാഴ്ച കൊണ്ട് അത് വേറൊരു ജീവിതം. ഇത് പിന്നെ ഓൺലൈനായിട്ട് ഇങ്ങനെ പഠിക്കണത് ഇങ്ങനെയും പറ്റും എന്നുള്ളൊരു ഇത് അത് വേറെ. എന്തായാലും പുതിയ മാറ്റങ്ങൾ ഉണ്ടായോ? നമുക്ക് ക്ഷമ വന്നു തോന്നുന്നുണ്ട് കൂടുതല്. പിള്ളേരെന്നെ മക്കളെന്നെ പറയും അമ്മ ഇപ്പൊ ദേഷ്യപ്പെടലൊക്കെ കുറവാട്ടാ. അപ്പൊ എന്തെങ്കിലും ഇത് കാട്ടി കഴിഞ്ഞാലും അവര് പറയും അമ്മ തല്ലണൊന്നുമില്ലല്ലോ, അമ്മ തല്ലിയിട്ട് കുറെ നാളായില്ലോ. ഞാൻ ഇവിടെ ബിടെക്കിന് പഠിക്കണോന് വേറെ തല്ലാറുണ്ടേ. അപ്പൊ അമ്മ പറയും ഇപ്പൊ തല്ലലൊന്നുമില്ല, എന്ത് പറഞ്ഞാലും അമ്മ ചിരിക്കുള്ളൂന്ന് പറയും. അപ്പൊ ഞാൻ പറയാ അത് പ്രായമായി വരില്ലേ, അതാ. അങ്ങനെ ചെറിയ മാറ്റങ്ങൾ എനിക്ക് തോന്നണു. നമുക്കും നമ്മളിപ്പോ അവരിപ്പോ ഒരു എന്തെങ്കിലും അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ ദേഷ്യം കൊണ്ട് ചിലപ്പോ തല്ലും. പക്ഷെ അത് നമ്മളും കാണിക്കുന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അവരെ പിടിച്ച് തല്ലും. എന്നിട്ട് നമ്മള് ആലോചിക്കുക അയ്യോ അതിപ്പോ ഞാനായാലും സംഭവിക്കണ കാര്യല്ലേ, നമ്മളിപ്പോ അവര് തല്ലിയോണ്ട് അത് നേരെയാവില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. ഇപ്പോ മാറ്റം എനിക്ക് തോന്നി തുടങ്ങി മനസ്സിന്. പിന്നെ ആകെ ഒരു ഇപ്പൊ ജോലി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടും എന്നുള്ളൊരു മനസ്സിൽ തന്നെ ഒരു തോന്നൽ വരുന്ന കാരണം അതിന്റെ ഒരു ഉന്മേഷം ഉണ്ട് വേറെ.
അടുത്ത അക്കാദമിക് ഇയർ തൊട്ട് ഞാനും ഒരു ജോലിക്ക് പോയി തുടങ്ങാം എന്നുള്ളൊരു കോൺഫിഡൻസ്, അങ്ങനെയുള്ളൊരു തോന്നല്. അതിന്റെ ഒരു എന്താ പറയാ, മനസ്സുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ ജോലി ഇല്ല എന്ന് പറയണത് ഭയങ്കര ഒരു വിഷമായിരുന്നു. ആര് കണ്ടാലും നേരിട്ട് എന്തെങ്കിലും ജോലിക്ക് പോകണ്ടോ എന്ന് ചോദിക്കലാണ് എപ്പോഴും. അത് അടുത്ത വർഷം തൊട്ട് മാറ്റി പറയാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഇപ്പോഴും അതെ, സ്കൂളിൽ ചെന്ന് തുടങ്ങിയപ്പോ ടീച്ചറെ എന്ന് വിളിക്കുമ്പോ നമുക്ക് ഉള്ളിന്റെ ഉള്ളിലൊരു സന്തോഷം. കുഞ്ഞുമക്കൾ വന്നിട്ട് ടീച്ചർ, അവര് വന്ന് കെട്ടിപ്പിടിക്കല്, ചെറിയ കുട്ടികളല്ലേ, മുഖത്ത് ഉമ്മ വയ്ക്കല്, എന്താ അവരുടെ സന്തോഷം. അവരുടെ ടീച്ചർമാർക്ക് കാണുമ്പോ അത് ഇഷ്ടാവണില്ല കേട്ടോ. അവർക്ക് അത് അവരുടെ ടീച്ചറോട് അങ്ങനെ ചെയ്യാണ്ട് നമ്മളുടെ മടിയിൽ നമ്മൾ ചീത്തയൊന്നും പറയണില്ലല്ലോ. നമ്മൾ ഈ ട്രെയിനിങ്ങിന് ചെല്ലുമ്പോ അവരെ ചീത്ത പറയണില്ല ഒന്നും. അപ്പൊ അവർക്ക് നമ്മളെപ്പോഴും കഥ പറഞ്ഞു കൊടുക്കലും ഒക്കെ ആവുമ്പോ അവർക്ക് നമ്മളോട് കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് വരണ കാണുമ്പോ ടീച്ചർമാര് പറയും, മടിയിലൊന്നും പിടിച്ചിരുത്തണ്ടാട്ടാ, അധികം സ്നേഹം കാണിക്കൊന്നും വേണ്ട, അവര് തലേ കയറി നിരങ്ങുന്ന പറയും. അതെ അതെ. രാജേശ്വരി, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഈ ഒരു കാലയളവില്? എന്തൊക്കെയാ അച്ചീവ് ചെയ്യാൻ പറ്റിയേ? മാം ഞാനിപ്പോ വരാം, എനിക്ക് ഓഫീസിലെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് രാജേശ്വരി വരട്ടെ. അപ്പൊ നമുക്കൊന്നത് പറഞ്ഞു തുടങ്ങാം അല്ലെ. പാർട്ട് 4 യൂണിറ്റ് 1 കേട്ടോ, സ്കൂൾ മാനേജ്മെന്റ്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറയാനായിട്ട് പോകുന്നത്. ഇമ്പോർട്ടന്റ് ഏരിയകൾ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അതില് ഈ കാണുന്ന പോയിന്റുകൾ ഉണ്ടല്ലോ, ക്ലാസ് റൂം മാനേജ്മെന്റ്, പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ്, അതുപോലെ തന്നെ ഓഫീസ് മെയിൻ്റനൻസ്, ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ്, ഡിസിപ്ലിൻ മെയിൻ്റനൻസ്, പാർട്ടിംഗ് ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻസ്, ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്. ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കണം കേട്ടോ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിങ് സ്കൂൾ മാനേജ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പോയിന്റുകൾ ചിലപ്പോൾ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഏതാണ് ഉത്തരം എന്ന് ചോദിക്കാം. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയുന്നു. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിങ് സ്കൂൾ മാനേജ്മെന്റ്? അപ്പൊ ക്ലാസ് റൂം മാനേജ്മെന്റ് ഉണ്ടാവാം, പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ് വരാം, ഓഫീസ് മെയിൻ്റനൻസ്, ഓൾ ഓഫ് ദ എബോവ് വരാം. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗ് ആണ്. ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗില് ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് എന്താണെന്ന് ചോദിക്കാം, എന്താണ് ഇൻഡോർ ക്യാൻവാസിംഗ് എന്ന് ചോദിക്കാം, ദെൻ നെഗറ്റീവ് ക്യാൻവാസിംഗ്. ഓക്കെ, അപ്പൊ ആ ഒരു ക്യാൻവാസിംഗിന്റെ രീതികളൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് ഉണ്ട്, ഇൻഡോർ ക്യാൻവാസിംഗ് ഉണ്ട്, ദെൻ നെഗറ്റീവ് ക്യാൻവാസിംഗ് ഉണ്ട്. പിന്നെ പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസിൽ മെയിൻ ആയിട്ട് the school premises consist of main buildings, sheds, temporary buildings, toilets and urinals, water tanks and water sources, verandas, playground, garden, footpath. ആ ഒരു ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവാ കേട്ടോ. ഇനി ഈ ഒരു പാരഗ്രാഫ്, ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, മനസ്സിലായല്ലോ? ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഞാൻ പറഞ്ഞത് ഇപ്പോ. ഓക്കെ, ദെൻ യൂണിറ്റ് 2 ഓഫീസ് മാനേജ്മെന്റ് ആണ്. ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് കൊടുത്തിരിക്കാൻ നോക്കിയത് വേർഡ് ഓഫീസ് മാനേജ്മെന്റ് മീൻസ്
മെയിൻറ്റനിങ് ദ സ്റ്റാഫ്, മെയിൻറ്റനിങ് ദ റെക്കോർഡ്സ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് സോ ഓൺ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അറ്റൻഡൻസ് രജിസ്റ്റർ എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ലീവ് ലെറ്റേഴ്സ്, രജിസ്റ്റർ വിസിറ്റേഴ്സ് എൻട്രീസ് അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ അഡ്മിഷൻ രജിസ്റ്റർ, സ്റ്റാഫ് രജിസ്റ്റർ, സ്റ്റാഫ് ലീവ് രജിസ്റ്റർ അതൊക്കെ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം കേട്ടോ. അതൊക്കെ ഞാൻ എഴുതി തന്നിട്ടില്ലേ സെപ്പറേറ്റ് ആയിട്ട്, നോട്ടായിട്ട് തന്നിട്ടുണ്ടല്ലോ ഇല്ലേ? Then next, files to be used in schools. Attendance record, mirror എന്താണെന്ന് ചോദിക്കാം. മിറർ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് അബൌട്ട് ദ സ്റ്റുഡൻസ് അറ്റൻഡൻസ് ആൻഡ് സ്റ്റാഫ് അറ്റൻഡൻസ് ആണ്. പിന്നെ ലീവ് ലെറ്റർ രജിസ്റ്റർ, സ്റ്റോക്ക് രജിസ്റ്റർ എന്താണെന്ന് ചോദിക്കാം, ഫീസ് കളക്ഷൻ രജിസ്റ്റർ ചോദിക്കാം, മാർക്ക് രജിസ്റ്റർ എന്താണെന്ന് ചോദിക്കാം, ഒക്കെ ചോദിക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതിനകത്ത് ബ്രാക്കറ്റിലുള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ മിറർ എന്ന് പറഞ്ഞ ബ്രാക്കറ്റില് അതിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോക്ക് രജിസ്റ്ററിന്റെ ബ്രാക്കറ്റിൽ അതിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. മാർക്ക് രജിസ്റ്ററിന്റെ ബ്രാക്കറ്റിൽ അതിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. മാം സോറി മാം, എനിക്ക് ഓഫീസിലെ അത് കുഴപ്പമില്ല, അതിനെന്താ, അത് സാരില്ല കേട്ടോ. ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്താ ചോദിച്ചെന്ന് കേട്ടില്ല കേട്ടോ മാം. അതായത് ഈ ഒരു എന്താ പറയാ, ഈ ഒരു കോഴ്സിന്റെ ആ ഒരു ജേർണി ഉണ്ടല്ലോ ഇത്രയും നാള് അല്ലെ, അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അച്ചീവ് ചെയ്യാൻ സാധിച്ചതെന്നാണ് ചോദിച്ചത്. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ലാസ്റ്റ് പറയാം. മാം ക്ലാസ് എടുക്കല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ റിവിഷൻ ആണ് കേട്ടോ പറയുന്നത്. ഓക്കെ മാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ടു ടേക്ക് അറ്റൻഡൻസില് നമ്മുടെ ഈ ഒരു കണ്ടോ ഫുൾ പ്രസന്റ്, അതായത് സിമ്പിൾസ് ചോദിക്കും. എന്നിട്ട് എന്താ ഡിനോട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും, എന്താ സൂചിപ്പിക്കുന്നതെന്ന് ചോദിക്കും. ചിലപ്പോ ഈ ഒരു ക്രോസ് ചിഹ്നം ഇട്ടിട്ട് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കും. ഫുൾ പ്രസന്റ്, അതുപോലെ മോർണിംഗ് പ്രസന്റ് എന്നോ ആഫ്റ്റർനൂൺ പ്രസന്റ് എന്നോ ഒക്കെ ഓപ്ഷനിൽ ഉണ്ടാകും. അപ്പോ കൃത്യമായിട്ടും സിമ്പിള് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓരോ സിമ്പിൾസും എന്ത് ചെയ്യണം, പ്രത്യേകം പ്രത്യേകം പഠിക്കണം. ഏത് സിമ്പിള് വേണമെങ്കിലും ചോദിക്കാം. 2 or 3 സിമ്പിൾസ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം. മനസ്സിലായല്ലോ? സിമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് യൂണിറ്റ് 3 ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിൽ മെയിൻ ആയിട്ട് വരുന്നത് ഒന്ന് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിങ്. ഓക്കെ, വർക്ക് ഫാക്ടർ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽ ചോദിക്കില്ല, എന്നാലും എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. വർക്ക് ഫാക്ടർ, സ്റ്റാഫ് ഫാക്ടർ, കോസ്റ്റ് ഫാക്ടർ, ടൈം ഫാക്ടർ, എക്യുപ്മെന്റ് ഫാക്ടർ. അപ്പൊ ചോദ്യം ഇങ്ങനെ ആയിരിക്കാം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിംഗ് എന്ന് ചോദിക്കാം. അപ്പൊ ഇത്തരത്തില് താഴെ ഓപ്ഷൻസ് തരും. ഓൾ ഓഫ് ദ എബോവ് ഉണ്ടെങ്കിൽ ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും ആൻസർ വരുന്നത്. അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിക്കാം. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. Then financial assistance, financial management emphasizes the aspect of school finance, budgeting and accounting procedure. Okay, kando financial management emphasis important aane. The aspect of school finance, budgeting and accounting procedure. The control and management of school finance is the major responsibility of school head. ചോദ്യം ചോദിക്കാം. അതായത് സ്കൂൾ ഫിനാൻസ് മെയിൻ ആയിട്ട് കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് ചോദിക്കാം.
അപ്പൊ ഓപ്ഷനിൽ ടീച്ചർ എന്നുണ്ടാവാം, പ്യൂൺ ഉണ്ടാകാം, സ്കൂൾ ഹെഡ് എന്നുണ്ടാവാം. ആരാണ് ആൻസർ വരുന്നത്? എന്താണ് ഉത്തരം? ആരാണ് കൺട്രോൾ ചെയ്യുന്നത് സ്കൂൾ ഫിനാൻസ് അല്ലെങ്കിൽ മാനേജ്മെന്റ്? സ്കൂൾ ഹെഡ് അല്ലേ? സ്കൂൾ ഹെഡ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി സ്കൂൾ ഹെഡ്. ഓരോ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കി വെക്കണം. പിന്നെ പലതരത്തിലുള്ള ഫീസുകള്, എല്ലാ തരം ഫീസുകളെ കുറിച്ച് ചോദിക്കാം. ഏതിൽ നിന്നാണെങ്കിലും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ചിലപ്പോ ഓപ്പണിംഗ് ഫീസ് ചോദിക്കാം, അല്ലെങ്കിൽ ട്യൂഷൻ ഫീസ് ചോദിക്കാം. എന്താണ് ഓപ്പണിംഗ് ഫീസ്? ഓപ്പണിംഗ് ഫീസ് എന്താ? അഡ്മിഷൻ ഫീസ്, പിന്നെ ഡൊണേഷൻ. ലൈബ്രറി ഫീസ് വരുന്നുണ്ട്, ഫീസ്, അഡ്മിഷൻ ഫീസ്, ബുക്സ് ആൻഡ് നോട്ട് ബുക്ക് ഫീസ്. പിന്നെ എപ്പോഴാണ് കളക്ട് ചെയ്യുന്നത്? ഏത് സമയത്താണ് കളക്ട് ചെയ്യുന്നത്? എഡ്യൂക്കേഷണൽ ഇയർ വിൽ ബി യെസ്. അപ്പോ ചിലപ്പോ ചോദിക്കാം എപ്പോഴാണ് കളക്ട് ചെയ്യുന്നത് ചോദിക്കാം. അപ്പൊ ബിഗിനിങ് എന്ന് പറയാം, അല്ലെങ്കിൽ എൻഡ് എന്ന് പറയാം, അല്ലെ? അപ്പൊ പല രീതിയിൽ ഓപ്ഷൻസ് ഉണ്ടാകും. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ് ആണ്, അല്ലെ? ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ മന്ത്ലി ഫീസ്, അതും ഒന്ന് നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ എക്സാം ഫീസ്. എക്സാം ഫീസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്സാം ഫീസ് എന്തൊക്കെയാ ഉൾപ്പെടുന്നത്? ഇൻക്ലൂഡ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ, പ്രിന്റിംഗ് കോസ്റ്റ്, ആൻസർ പേപ്പർ, ത്രെഡ് ആൻഡ് അതർ നീഡ്സ്. ഓക്കെ. പിന്നെ എന്താ പറയാ, ഇത് ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ആനുവലി അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യാം. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കണം. പിന്നെ യൂണിഫോം ഫീസ്, അതെന്താണെന്നും കൂടി നോക്കി വെക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ടൂർ, ഫംഗ്ഷൻ ആൻഡ് പ്രോഗ്രാം ഫീസ്. അപ്പൊ പ്രധാനമായിട്ടും ടൂറുകൾ, അതായത് ജനറൽ ടൂർ ഉണ്ട്, ലോങ് ടൂർ ഉണ്ട്, റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ ഉണ്ട്, ടീച്ചർ ടൂർ ഉണ്ട്. അപ്പൊ 4 ടൂറുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ടൂർസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എത്രയാണെന്ന് ചോദിക്കാം. അപ്പൊ ജനറൽ ടൂർ വരുന്നുണ്ട്, ലോക്കൽ ടൂർ ഉണ്ട്, റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ ഉണ്ട്, ടീച്ചർ ടൂർ ഉണ്ട്. ഇനി ജനറൽ ടൂർ എന്ന് പറയുമ്പോൾ അത് അറേഞ്ച് ചെയ്യുന്നത് കറസ്പോണ്ടന്റ് ആണ്. വൺസ് ഇൻ എ ഇയർ ആണ് അത് പോവുക, സ്കൂളുകളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജുകളിൽ നിന്ന്. പിന്നെ ലോക്കൽ ടൂറിന്റെ എക്സാമ്പിൾ ചോദിക്കാം, സൂ ചോദിക്കാം, ബൊട്ടാണിക്കൽ ഗാർഡൻ, സർക്കസ്, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ വാക്കിംഗ് ടൂർ എന്ന് പറയുന്ന ടൂർ ഏതാണ്? അത് റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ ആണ്. ഓക്കെ. പിന്നെ ടീച്ചർ ടൂർ എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കാം, അത് അറേഞ്ച് ചെയ്യുന്നത് കറസ്പോണ്ടന്റ് ആണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊന്ന് നോക്കി. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചാപ്റ്ററിൽ പറയാനായിട്ടുള്ളത് കേട്ടോ. ഇപ്പോ 1, 2 and 3 ഓക്കെ അല്ലേ? 3 ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് 1 യൂണിറ്റ് 4 കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. ഇതിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ മീൻസ് പാസിംഗ് ദ ഇൻഫോർമേഷൻ ടു അതേഴ്സ്. വാട്ട് ഈസ് മീൻ ബൈ കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഉത്തരം വരിക? പാസിംഗ് ദ ഇൻഫോർമേഷൻ ടു അതേഴ്സ്. അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഈ ഒരു സൈക്കിള്, കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഷാരോൺ വീവർ മോഡൽ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണെന്ന് ചോദിക്കാം. അതിന് ഉത്തരം വരുന്നത് ഷാരോൺ വീവർ ആണ്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഈ പിക്ചർ ഒന്ന് നോക്കി വെക്കണം. ചിലപ്പോ ഈ പിക്ചർ ചോദിച്ചിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന് കൊടുക്കും.
വിട്ടുപോയത് പൂരിപ്പിക്കാനായിട്ട് പറയും. ചിലപ്പോൾ സെൻഡർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ റിസീവർ ഉണ്ടാവില്ല, അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് സെന്റർ എന്താണ്, അതായത് സെന്റർ എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. സെന്റർ ഈസ് ദ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ എൻകോഡ് ചോദിക്കാം, മെസ്സേജ് എന്താണെന്ന് ചോദിക്കാം, ചാനൽ ചോദിക്കാം, ഡീകോഡ്, റിസീവർ, ഫീഡ്ബാക്ക്, നോയ്സ്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കമ്മ്യൂണിറ്റി വിച്ച് മീൻസ് കോമൺ. അത് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ സ്പീക്കിംഗ് ആൻഡ് ലിസ്ണിംഗ്, വിഷ്വലൈസിംഗ് ആൻഡ് ഒബ്സർവിംഗ്, റൈറ്റിംഗ് ആൻഡ് റീഡിംഗ്, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ അടുത്തത് വെറൈറ്റീസ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ചോദിക്കാം. അതിന്റെ എക്സാമ്പിൾ ചോദിക്കാം ചിലപ്പോൾ കേട്ടോ. ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ അതുപോലെ തന്നെ ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ, then group based communication, task based communication, minimum or no communication. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്നും വിട്ട് കളയാനില്ല. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. then അടുത്തത് പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ എന്തായാലും ചോദിക്കാം. when a communication is from a person to a particular person, it is personal communication. For example, personal letters, telegrams, telephone message, etc. Okay. പിന്നെ ടൈപ്പ് ഓഫ് മാനേജ്മെന്റ്, സിംഗിൾ പേഴ്സൺ, അസോസിയേഷൻ, റിലീജിയസ് ഗ്രൂപ്പ്, കമ്മ്യൂണിക്കേഷൻ, അത് ഒന്ന് നോക്കി വയ്ക്കുക. അത്രയുമാണ് ഇതിനകത്ത് പറയാനുള്ളത് കേട്ടോ. 4 ചാപ്റ്റേഴ്സിൽ പറയാനായിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഇപ്പൊ 4 പറഞ്ഞതിൽ വെച്ചിട്ട്? ശ്രീധന്യൊക്കെ സജി കേൾക്കുന്നുണ്ടോ? ക്ലാസ്സിൽ കയറാറുണ്ടോ? റെക്കോർഡ് ക്ലാസ് ആണോ കാണുന്നേ? ഓക്കെ, ഇന്ന് വർക്ക് ചെയ്യുവാണോ? ഓക്കെ ഓക്കെ, ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ഒരു സെക്കൻഡേ.
PDF കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീനില്? ഇല്ല അല്ലേ? ഒരു കാര്യം ചെയ്യൂ, ടെക്സ്റ്റ് ഉണ്ടല്ലോ എല്ലാവരുടെയും കയ്യില്, ഇതിനകത്ത് നോക്കി ഒന്ന് അടയാളപ്പെടുത്തു കേട്ടോ. പറയുന്ന കാര്യങ്ങള് PDF വരാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ഡെവലപ്മെന്റ് പ്രൊഫൈൽ ആണ് കേട്ടോ, ചാപ്റ്റർ 5. അതില് ഡെവലപ്മെന്റ് പ്രൊഫൈൽ ഇറ്റ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എബിലിറ്റി ഇൻ ടേംസ്. അതിനകത്തൊരു 5 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. 5 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഡെവലപ്മെന്റ് പ്രൊഫൈൽ ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ ഈ 5 കാര്യങ്ങളും ഒന്ന് നോക്കി വെക്കുക. ഇനി അതിൽ തന്നെ എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് ചോദിക്കാം. ഓക്കെ, ഡാഷ് ഈസ് പ്രീ നമ്പർ സ്കിൽസ്, പ്രീ റൈറ്റിംഗ് സ്കിൽസ്, ബേസിക് കൺസെപ്റ്റ് സച്ച് ആസ് കളർ ആൻഡ് ഷേപ്പ് കൺസെപ്റ്റ് ഒക്കെ ചോദിക്കാം. അപ്പൊ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് ആൻസർ വരിക. അതുപോലെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്താണെന്ന് ചോദിക്കാം. ലിസണിങ് സ്കിൽ ആൻഡ് ഓറൽ എക്സ്പ്രഷൻ, ദെൻ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ചോദിക്കാം. ക്രിയേറ്റീവ് എക്സ്പ്രഷൻ എക്സാമ്പിൾ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ടൈം ടേബിൾ ആണ്. വാട്ട് ഈസ് ടൈം ടേബിൾ? The timetable is a detailed plan showing the schedule of time allocation to various subject and activities. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. The timetable is a detailed plan showing the schedule of time allocation to various subject and activities. Then types of timetable ചോദിക്കുക കേട്ടോ. അതിനകത്ത് ടൈപ്സ് ഓഫ് ടൈം ടേബിൾ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എ സ്കൂൾ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 3 ടൈം ടേബിൾ. ഒരു സ്കൂളിന് 3 ടൈം ടേബിൾ എങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് ടൈം ടേബിൾ എന്താണെന്ന് ചോദിക്കാം. ദിസ് ഇസ് മെന്റ് ഫോർ ദ ക്ലാസ്സസ് അല്ലെ, ക്ലാസ്സിന് വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു ടൈം ടേബിൾ ആണ് ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പോ അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. എവറി ടീച്ചർ ഷുഡ് ഹാവ് എ കോപ്പി ഓഫ് ഹിസ് ടൈം ടേബിൾ ഓഫ് ഹിസ് വർക്ക്. ദിസ് ടൈം table will show the classes in which he is to teach in a specific period. Okay. The next one, master timetable ആണ്. Master timetable, this is the consolidated timetable for the whole school. Important point ആണ് കേട്ടോ. Then next one, this will give a complete picture of the work of school. ഓക്കെ, ഒരു സ്കൂളിന്റെ മൊത്തം പിക്ചർ കാണിച്ചു തരാനായിട്ട്, അല്ലെങ്കിൽ ആ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാസ്റ്റർ ടൈം ടേബിൾ സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മനസ്സിലായല്ലോ? 5ാമത്തെ ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം ആണ് കേട്ടോ. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂമില് നമ്മള് പ്രധാനമായിട്ടും വലിയൊരു ചാപ്റ്റർ ആണ്. അതിൽ ആദ്യത്തേത് 4 ടൈപ്സ് ഓഫ് റൂഫിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. RP സെന്ററിങ് എന്താണെന്ന് നോക്കി വെക്കണം. അതുപോലെ ടൈൽ റൂഫിംഗ് എന്താണെന്ന് നോക്കണം. ഷീറ്റ് റൂഫിംഗ് നോക്കുക. പിന്നെ താച്ചഡ് റൂഫിംഗ് നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കണം.
Then next one, blackboard നോക്കണം. 5 types of blackboard ആണുള്ളത്. ബ്ലാക്ക്ബോർഡിൽ തന്നെ വാൾമൈഡ് ബോർഡ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക. The board was made in the wall itself by the cement plastering. The advantage of the board is we do not want to remove the board. The disadvantage is we cannot remove the board. Okay, അത് നോക്കി വെക്കുക. Then wall fixed board എന്താണെന്ന് നോക്കി വെക്കുക കേട്ടോ. Then stand board നോക്കുക, റോളിംഗ് ബോർഡ് നോക്കുക, സ്ക്രീൻ ബോർഡ് നോക്കുക. ഓക്കെ, അപ്പൊ ടെമ്പററി പർപ്പസിന് ഉപയോഗിക്കുന്ന ബോർഡ് ഏതാണെന്ന് ചോദിക്കും. അതേതാ ടെമ്പററി പർപ്പസ്? അത് പറയാമോ ആൻസർ? റോളിംഗ് ബോർഡ് ആണോ? റോളിംഗ് ബോർഡ് ആണ് കേട്ടോ, ടെമ്പററി പർപ്പസ് ആണ് കേട്ടോ അത്. ഓക്കെ, പിന്നെ ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ടീച്ചർ എഴുതാൻ നിൽക്കുന്നത് 90 ഡിഗ്രി ആ ഒരു ഇതിലായിരിക്കണം നിൽക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കവർ ചെയ്യണം ബോഡി ഫുൾ ആയിട്ട്. അതുപോലെ കുട്ടികൾക്ക് കാണാനായിട്ട് സാധിക്കണം. ബോർഡ് യൂസേജിന് ശേഷം അത് റബ്ബ് ചെയ്തിട്ട് വേണം തിരിച്ചു പോരാനായിട്ട്. അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ സ്ക്വയർ ഫീറ്റ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. സ്ക്വയർ ഫീറ്റ് ഓരോന്നിനും ഓരോ സ്ക്വയർ ഫീറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡന്റിന് വേണ്ടിയിട്ട് 3x2 6 സ്ക്വയർ ഫീറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ടീച്ചേഴ്സ് മൂവ്മെന്റിന് വേണ്ടിയിട്ട് 40 സ്ക്വയർ ഫീറ്റ് 14 സ്ക്വയർ ഫീറ്റ് പറയുന്നുണ്ട്. പിന്നെ സ്റ്റുഡന്റ് മൂവ്മെന്റ് സ്പേസ് 14 സ്ക്വയർ ഫീറ്റ് ആണ്. ഇനി റാക്ക് സ്പേസിന് വേണ്ടിയിട്ട് 20 സ്ക്വയർ ഫീറ്റ് ആണ് പറയുന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പിന്നെ സിറ്റിംഗ് അറേഞ്ച്മെന്റ്സിൽ ഹെഡിങ് മാത്രം നോക്കി വെക്കുക. ഹൈറ്റ് ഓർഡർ, ആൽഫബറ്റിക് ഓർഡർ, അറ്റൻഡൻസ് ഓർഡർ, റാങ്കിങ് മെത്തേഡ്സ്, അതൊക്കെ ഒന്ന് നോക്കി ജസ്റ്റ് അത് മാത്രം നോക്കി വെച്ചാൽ മതി. പിന്നെ യൂണിഫോംസ് എന്ന് പറയുമ്പോൾ ഇതൊന്ന് നോക്കി വെക്കുക. ടു ബ്രിങ് ദ യൂണിഫോംസ് ആർ യൂസ്ഡ്. പിനോഫോംസ് ആൻഡ് സ്ലാക്സ് ആർ ദ യൂണിഫോം ഫോർ ഗേൾസ്. ഹാഫ് പാൻസ് ആൻഡ് സ്ലാക്സ് ആർ ഗിവൺ ഫോർ ബോയ്സ്. അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്, ഹീറോ ഹീറോയിൻ മേക്കിംഗ് ക്ലാസ്. അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ക്ലിയർ ആണോ 6ാമത്തെ ചാപ്റ്റർ? ഓക്കെ അല്ലേ? Then unit 7 ആണ് പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കൈൻഡ്സ്. അതില് ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ബുക്ക് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോക്കി വെക്കണം. ഡോക്ടർ M.T. Ramji in his book വാല്യൂ ഓറിയന്റഡ് സ്കൂൾ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ വാല്യൂ ഓറിയന്റഡ് സ്കൂൾ എഡ്യൂക്കേഷൻ വാസ് റിട്ടൺ ബൈ, ചോദിക്കാം ആരാണ് ആൻസർ വരിക? ആൻസർ എന്താ വരിക? ഡോക്ടർ M.T. Ramji. ഡോക്ടർ M.T. Ramji. ഓക്കെ, പിന്നെ കമ്മ്യൂണിറ്റി പ്രെയർ ഒന്ന് നോക്കി വെക്കുക. ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ് പ്രോഗ്രാം, സോഷ്യലി യൂസ്ഫുൾ പ്രൊട്ടക്റ്റീവ് വർക്ക്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫുൾ ഫോം ചോദിക്കാം. SUPW എന്ന് തന്നിട്ട് ഫുൾ ഫോം എഴുതാനായിട്ട് പറയാം. ഈ 5ാമത്തെ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. കൾച്ചറൽ ആൻഡ് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, അതൊന്ന് നോക്കി വെക്കുക കേട്ടോ.
ഓക്കെ, ഇത്രയുമാണ് പാർട്ട് 4 ചാപ്റ്റേഴ്സ് വരുന്നത്. ക്ലിയർ ആയില്ലേ? ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് മനസ്സിലായില്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇനി അടുത്തത് ടെൻഡൻസീസ് ഓഫ് മാൻ ആണ്, പാർട്ട് 3 യൂണിറ്റ് 9. അതിനകത്ത് ഞാൻ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് അല്ലെ. എക്സ്പ്ലോറേഷൻ എന്താണ്, റിപ്പീറ്റേഷൻ എന്താണ്, ഓർഡർ എന്താണെന്ന് ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ആ ഒരു രീതിയിൽ മാത്രമേ ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയുള്ളൂ കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് വൈസ് കൂടുതൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ ഇടുകയുള്ളൂ കേട്ടോ. മനസ്സിലായോ? ടെസ്റ്റ് ഇടുമ്പോ അതും പഠിച്ചാൽ ടെസ്റ്റ് ഇടുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോ അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട. പിന്നെ ഇതിനകത്ത് 2 കാര്യങ്ങളൊന്ന് നോക്കി വെക്കണം. ഇതുണ്ടല്ലോ, the child goal of exploration is twofold: to finish his own body through the improvement of the brain, to get accustomed to the group in which he is born. ആ 2 കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണത്. പിന്നെ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ പര്യവേഷണമാണ്, അതല്ലേ? കൂടുതലായിട്ട് കാര്യങ്ങൾ ഫൈൻഡ് ചെയ്യുക, കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഗ്രിഗാറിയസ്നെസ്, കമ്മ്യൂണിക്കേഷൻ, അബ്സ്ട്രാക്ഷൻ, ക്യൂരിയോസിറ്റി, കാൽക്കുലേഷൻ എന്താണ്, റിപ്പീറ്റേഷൻ എന്താണ്, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ, വർക്ക്, ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്.
അപ്പൊ ആ ഒരു രീതിയിൽ പഠിച്ചു പോയാൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ ഈ ഒരു ടേബിൾ അനലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും ചെയ്തായിരുന്നോ അത്? ടേബിള് ഓർമ്മയുണ്ടോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അത് കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല. ഓക്കെ, അപ്പോ ആ ഒരു രീതിയിലാണ് ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. ജസ്റ്റ് ആ ടേബിൾ ഒന്ന് നോക്കി വെക്കുക മാത്രം, കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോ ആദ്യം പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ഏരിയ ഏതാണോ അത് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ബാക്കി ഭാഗങ്ങൾ തീർക്കുക കേട്ടോ. അങ്ങനെ പഠിച്ചു പോവുക. എല്ലാരും കൂടി അവയില് പരുവത്തിലാക്കരുത്. സമയം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓരോ ദിവസവും കവർ ചെയ്ത് പോവുക. എന്നിട്ട് തലേ ദിവസം ഒന്ന് റിവൈസ് ചെയ്യാനായിട്ടിരിക്കുക. അതാണ് കൂടുതൽ നല്ലത്. തിങ്കളാഴ്ചയാണ് എക്സാം വരുന്നേ. അപ്പൊ നന്നായിട്ട് പഠിക്കുക കേട്ടോ എല്ലാവരും. ഓക്കെ. രാജേശ്വരിക്ക് പറയാൻ സമയമുണ്ടോ? ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നൊരു ടൈപ്പാണ്. അപ്പോ കുട്ടികളുടെ അടുത്താണെങ്കിലും അപ്പോ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോ കുറെ കാര്യങ്ങൾ നമ്മളുടെ തെറ്റുകൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരുമല്ലോ. തെറ്റുകളൊന്നും പറഞ്ഞു തരല്ല, ഇങ്ങനെ വേണം കുട്ടികളോട് അപ്രോച്ച് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ വന്നപ്പോ കുറെ മാറ്റങ്ങൾ വരുത്തി. ഇപ്പൊ കേട്ടാലും ഞാൻ എന്നെ തന്നെ കൂളാക്കി, അങ്ങനെ പിള്ളേരോട് അങ്ങനത്തെ ഒരു സമീപനം ആക്കി. പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതില് മെയിൻ ഈ ദേഷ്യം എന്താണ്, എങ്ങനെ കുട്ടികളോട് ഇടപഴകണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഒക്കെ മനസ്സിലായി. ഓക്കെ ഓക്കെ. ശ്രീധന്യക്ക് സംസാരിക്കാൻ പറ്റുമോ? ശ്രീധന്യ സംസാരിക്കാൻ പറ്റില്ല അല്ലെ? ഓക്കെ, കുഴപ്പമില്ല. അപ്പോ ഞാൻ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആദ്യം കവർ ചെയ്ത് പോവുക. അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങള് പഠിച്ചു നോക്കുക അല്ലെങ്കിൽ വായിച്ചു നോക്കുക. പിന്നെ ഓരോ കാര്യങ്ങളും ചിലപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടാവും അല്ലെ? എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോ ക്വസ്റ്റ്യൻ ഒക്കെ വായിക്കുന്ന സമയത്ത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അത് കൂടുതൽ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓർത്തെടുക്കാനായിട്ട് നോക്കുക എക്സാം സമയത്ത്. പിന്നെ ആദ്യത്തെ ഒരു പ്രാവശ്യം എക്സാം എഴുതിയതാണ്, അതുകൊണ്ട് ടെൻഷനും കാര്യങ്ങളും. അന്ന് ടെൻഷൻ ഉണ്ടായിരുന്നോ? വെപ്രാളം ഉണ്ടായിരുന്നോ അന്ന്? ഫസ്റ്റ് എക്സാം ടെൻഷനേ ഉണ്ടായിരുന്നുള്ളൂ മാം. ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ശ്രീധനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇപ്രാവശ്യം അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളൊരു എക്സാം എഴുതി നിങ്ങൾക്ക് ഒരു പരിചയമായിട്ടുണ്ട്. അപ്പൊ ഈ എക്സാമിന് അത്ര പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ നന്നായിട്ട് തന്നെ എക്സാം എഴുതുക, നല്ല രീതിയിൽ നല്ല രീതിയിൽ പഠിക്കുക, പിന്നെ പ്രാർത്ഥിക്കുക. നമ്മൾ പഠിക്കുക, അതുപോലെ തന്നെ ദൈവത്തിനെയും കൂടി പ്രാർത്ഥിക്കുക. ഇഷ്ടപ്പെട്ട ദൈവം ഏതാണോ നന്നായിട്ട് അവരെ പ്രാർത്ഥിക്കുക. അപ്പൊ എക്സാം സമയത്ത് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക. പിന്നെ നിങ്ങളോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനകളും ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും കൂടെ. എപ്പോഴും മനസ്സിൽ വിചാരിക്കും കേട്ടോ നിങ്ങളുടെ കാര്യം. ഓക്കെ, മറക്കില്ല. ഇപ്പൊ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു മോണ്ടിസോറി ബാച്ചിൽ 2 ക്ലാസ് കിട്ടുന്നത്. ആദ്യം ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒരു ക്ലാസ് മതി എന്ന് പറഞ്ഞു. പിന്നെ ഈ ബാച്ചിലാണ് 2 ക്ലാസ്. അപ്പൊ ഏറ്റവും കൂടുതൽ മിങ്കിൾ ചെയ്ത് എനിക്ക് തോന്നുന്നു നിങ്ങളുമായിട്ടാണ് സംസാരിച്ചതൊക്കെ കൂടുതലായിട്ടും. കാരണം ആഴ്ചയിൽ 2 ദിവസം ക്ലാസ് ആകുമ്പോൾ ഒരു മാസം നമുക്ക് 8 ക്ലാസ് കിട്ടുമല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ സംസാരിച്ച ബാച്ച് ആയിരുന്നു നിങ്ങളുടേത്. പിന്നെ ആദ്യമൊക്കെ കുറെ പേരുണ്ടായിരുന്നു, പിന്നെ സ്ട്രെങ്ത് ഇങ്ങനെ കുറഞ്ഞു വന്നു. സാരമില്ല, ഇനി എല്ലാവരെയും കോൺവെക്കേഷന് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കോൺവെക്കേഷന് വരില്ലേ? എല്ലാവരും വരണം കേട്ടോ. ഗ്രൂപ്പിലൊക്കെ പറയുക. എക്സാം ഒക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് കോൺവെക്കേഷന്റെ ഡേറ്റ് ഒക്കെ വരുമ്പോൾ ചോദിക്കുക ഗ്രൂപ്പിൽ ആരൊക്കെയാണ് വരുന്നത്. എല്ലാവരെയും പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ,
പിന്നെ മാം നമുക്ക് ഡിപ്ലോമയുടെ എക്സാം കഴിഞ്ഞിട്ടാ PGയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഡിപ്ലോമയുടെ എക്സാം 9th തുടങ്ങൂലോ, ആ. അത് കഴിഞ്ഞിട്ടാണോ PGയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ? അത് ചിലപ്പോ അങ്ങനെ ആയിരിക്കും. എന്തായാലും ഉടനെ തന്നെ PGയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് മന്ത് ഇപ്പൊ ഗ്രൂപ്പ് ആയിട്ടുണ്ട്, PGയുടെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉടനെ നെക്സ്റ്റ് വീക്കിൽ തന്നെ തുടങ്ങും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ നമ്പർ തന്നിട്ടില്ലല്ലോ നിങ്ങൾക്ക്? ഇല്ല മാം. നമ്പർ ഞാൻ എപ്പോഴും ലാസ്റ്റ് ക്ലാസ്സിലാ കൊടുക്കുക, ബാച്ച് തീരാറാവുന്ന ലാസ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ നമ്പർ നോട്ട് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ നമ്പർ ഇട്ടേക്കാം, മെസ്സേജ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. നമ്പർ ഇട്ടിട്ടുണ്ട് മെസ്സേജ് ബോക്സിൽ, കണ്ടോ? ഓക്കെ, അപ്പോ സേവ് ചെയ്ത് വെക്കാം. എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, റിപ്ലൈ തരാം. ഇനി എങ്ങാൻ റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടൊന്ന് വിളിക്കുക. ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടൊന്ന് വിളിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ മാം. ഓക്കെ, അപ്പോ നല്ല രീതിയിൽ എല്ലാവരും എക്സാം എഴുതട്ടെ എന്ന് ആശംസിക്കുന്നു. ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. ഇനി നമുക്ക് കോൺവെക്കേഷന് കാണാം. നമുക്ക് PGയുടെ ക്ലാസ്സിൽ കാണില്ലേ? PGയുടെ ക്ലാസ്സിൽ ഉണ്ടാവും. ഇതെന്നാണ് കിട്ടിയ വിവരം. മാം മതി, പുതിയ മിസ്സുമാര് വേണ്ട, ഞങ്ങക്ക് പരിചയമില്ല. ഉണ്ടാവും എന്തായാലും മെജോറിറ്റി എന്തായാലും ഉണ്ടാവും. ഭൂരിഭാഗം നോക്കാം നമുക്ക്. PGക്ക് എടുക്കാറില്ലേ അപ്പൊ? ഞാൻ എടുക്കാറുണ്ട്. ഞാൻ ഫസ്റ്റ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട് PGക്ക്. ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആയിട്ട് വെച്ചോളൂ, ഞങ്ങള് പറഞ്ഞു എന്ന് പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്നാ വൈൻഡപ്പ് ചെയ്യട്ടെ? ഓക്കെ മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം.